ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. തൊട്ട് മുന്നേറ്റ് വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഇനിയുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ചാനൽ ചെറുതായിട്ടും വളർന്നു വരുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതെല്ലാം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ചാനലിലെ വീഡിയോസും നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലും ഒരു എനർജിയൊക്കെ തരുന്നത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കൂടെ ഒരാളുണ്ടായിരിക്കുമ്പോഴാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തന്നെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെയും അത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ്, ഫുൾ ടൈം വീട്ടിലുണ്ട്. തനിമയുടെ ബിസിനസ് ഇപ്പോൾ മഴക്കാലവും ഗ്യാസ് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂസും ഈ മഴയൊക്കെ തീർന്നതിന് ശേഷം, മഴ എപ്പോഴും തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഒരു കാലവർഷം ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം തനിമ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസിലായിട്ട് പറയാനായിട്ട് വന്നത്, ഞാനിപ്പോൾ മുമ്പത്തെ കുറച്ച് വ്ളോഗിലായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാനൊരു സ്കൂളിൽ ജോലിക്ക് പോയതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോസ് കുറച്ച് ദിവസം മുന്നേ ഉള്ളൊരു വീഡിയോസ് അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സ്കൂളിൽ പോയതിൻ്റെ അന്ന് ഇട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പറയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണണം. എൻ്റെ ഒരു അനുഭവങ്ങളാണ് ഞാൻ ആ വീഡിയോസിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്കൂൾ ലൈഫിലെ എൻ്റെ എക്സ്പീരിയൻസും എല്ലാം കൂടെ ചേർത്താണ് ഞാൻ ആ ഒരു വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കാണുക കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിലോട്ട് നോക്കുന്നുണ്ട്. കാരണം റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ലൈറ്റ് എൻ്റെ കണ്ണിൽ അടിക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ഇത് വരുന്നുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് കണ്ണങ്ങ് മങ്ങിപ്പോകുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. പുറത്ത് ഒരു ആൻറ്റി വന്നു. അപ്പോൾ അതെനിക്ക് എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അവരിതെനിക്ക് വിട്ടുപോയി. പിന്നെ ഞാൻ മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ എടുത്തതിൻ്റെ കണ്ടിന്യൂസ് അത് ഓഫാക്കിയിട്ടാണ് ഞാൻ അടുത്ത ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്കിത് മനസ്സിലായത്, ഞാൻ ആദ്യം ഭയങ്കര ചാടിത്തുള്ളി ചിരിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഇട്ടിട്ട് പിന്നീട് അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് ഞാൻ സംസാരിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ സംസാരിച്ചത്. എനിക്ക് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിനകത്ത് ഫീലിങ്സ്, അതായത് സ്കൂളിലെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കും മനസ്സിനകത്ത് ഭയങ്കര ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് അതൊക്കെ ഓർത്ത് എനിക്കൊരു സങ്കടം എനിക്കങ്ങ് പെട്ടെന്ന് വന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. ഇനി അത് നല്ലതായിട്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി വ്ളോഗുകളൊക്കെ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ. ഡെയിലി ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അപ്പോൾ ഉള്ളതെല്ലാം ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഞാൻ ഡെയിലി വ്ളോഗൊക്കെ ഇടുമ്പോഴത്തേക്കാണെങ്കിൽ ഇപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് ഉണ്ട്, 5 മിനിറ്റുള്ള വീഡിയോസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മെനക്കെട്ടിരുന്ന് കാണുന്ന കുറേ പേരുണ്ട്, എനിക്കറിയാം. നമുക്കിപ്പോൾ ഡെയിലി വ്ളോഗ്, എൻ്റെ ഡെയിലിയുള്ള എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു 10 പേരെങ്കിലും കാണും. പക്ഷെ അവരെൻ്റെ അടുത്ത് പറയും ഇന്നതായിരുന്നല്ലേ വ്ളോഗ്. വല്ലപ്പോഴൊക്കെ കാണുന്നവർ നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ നമുക്കറിയാം എൻ്റെ വ്ളോഗ് എത്രമാത്രം കാണുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. കുറേ പേര് കളിയാക്കി പറയുന്നവരും ഉണ്ട് കേട്ടോ. നമ്മളിടുന്ന വീഡിയോസിനെ പറ്റി കളിയാക്കി പറയുന്നവരും ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ മുമ്പ് കേട്ട കാര്യങ്ങൾ തന്നെ ഇപ്പോഴും കേൾക്കുന്നതും ഉണ്ട് കേട്ടോ. മുമ്പ് ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആ പറഞ്ഞ് ചിരിച്ചവർ തന്നെ പിന്നെയും വേറെ കുറേ പേരുടെ അതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതെന്തോന്ന് കാണിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതെന്തോന്ന് വീഡിയോ ഇടുന്നു, കുറേ വർഷമായില്ലേ തുടങ്ങിയിട്ട്, നിർത്താറായില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് പറയാറുണ്ട് കേട്ടോ. ഞാനതൊക്കെ ജസ്റ്റ് അങ്ങ് വിട്ട് കളയാറേ ഉള്ളൂ. ഞാനതങ്ങ് നോക്കി അങ്ങനെ ഇരിക്കാറില്ല. ഞാനത് ശ്രദ്ധിക്കാൻ ഞാൻ എൻ്റെ അടുത്ത കാര്യത്തിലോട്ട് ഞാൻ കടക്കാറുള്ളൂ. ഞാൻ അങ്ങനെ ഇതുമായിട്ട് അങ്ങ് ഇരിക്കാറില്ല. പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഇത് തന്നെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് മാനസികമായിട്ടും കുറേ വിഷമങ്ങൾ അങ്ങനെ ചില സമയത്ത് വരാറുണ്ട്. ചില സമയത്ത് ഞാൻ അങ്ങ് ചിരിച്ച് കളയും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളാവട്ടെ, ഇപ്പോഴും കുറേ പേര് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരങ്ങളും അതും ഇതും, നമ്മൾ തന്നെ നാട്ടും പുറത്ത് താമസിക്കുന്നതാണ്. എനിക്ക് എൻ്റെ പരിധി നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ജോലികളുണ്ട്. ഞാൻ വീട്ടിലെ എല്ലാ പാചകവും, വീട്ടിലെ അടുക്കലും ഒതുക്കലും ക്ലീനിങ്ങും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഞാൻ ആകെ തളർന്നു പോകും. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. കാരണം എനിക്ക് നിൽക്കാൻ പറ്റില്ല, കാലം അത്രയ്ക്ക് അങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ വീടിൻ്റെ ഫുൾ പരിസരത്തുണ്ട് കേട്ടോ. നമ്മുടെ സത്യം ഞങ്ങളുടെ വീടിൻ്റെ ഫുൾ ചുറ്റിലും മരങ്ങളും കുഞ്ഞു കുഞ്ഞു ചെടികളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയും എൻ്റെ കൂടെ വന്നൊന്ന് സഹായിക്കാൻ പറയും. ഞാനും കൂടെ വന്ന് സഹായിക്കാൻ, നമുക്ക് ഒരുമിച്ച് തന്നെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ഞാൻ പറയാറുണ്ട്. പക്ഷേ ചേട്ടനിപ്പോൾ ഡെയിലി ജോലിയുണ്ട്. ആ ജോലി കഴിഞ്ഞിപ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും വീട്ടിൽ നിൽക്കുന്നത്. ആ
ആ ഒരു ദിവസം ചേട്ടൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ വിചാരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ മഴ വന്നതിന് ശേഷം വീടിൻ്റെ ചുറ്റിലും ചെടികളും ചെറിയ പുല്ലുകളും ഒക്കെ ആയിട്ട് വളർന്ന് നിൽപ്പുണ്ട്. എനിക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. എനിക്ക് തന്നെ ഫുൾ ഒരു കാടിനകത്ത് ഒരു വീടിരിക്കുന്ന ഒരു ഫീലിങ്സാണ് എനിക്ക് ഉണ്ടാകാറുള്ളത് കേട്ടോ. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അമ്മയും ചേട്ടൻ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരും കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുമായിരുന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ മാത്രമേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറേ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഡ്രസ്സിങ്ങിലെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ചിലരൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ആണുങ്ങളും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഷർട്ടും അല്ലെങ്കിൽ ബനിയനൊന്നും ഇടാറില്ല. അവർ മിക്കവാറും എല്ലാവരും പേശയോ മുണ്ടോ ഒക്കെ കൊടുത്തിട്ടായിരിക്കും നിൽക്കുന്നത്, കയ്യിലേക്ക് കൊടുത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മൾ തനി നാട്ടും പുറത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഉള്ള എല്ലാവരും അങ്ങനെയാണ്. ചിലവർ മാത്രമേ ഉള്ളൂ വീട്ടിൽ നിൽക്കുമ്പോൾ ഷർട്ടായാലൊക്കെ ഇട്ട് നിൽക്കുക. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടും അച്ഛനാവട്ടെ ചേട്ടനാവട്ടെ എബി ആവട്ടെ ഷർട്ട് ഇടാറില്ല. ഷർട്ടോ ബനിയനോ ഒന്നും അവർ ഇടാറില്ല. അവർ സാധാരണ എപ്പോഴും വീട്ടിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും ഇടുന്നത്. മിക്കവരും വീഡിയോ എടുക്കുന്ന സമയത്ത് ഓടിപ്പോൾ ഷർട്ട് ഇട്ടിട്ട് വീഡിയോ എടുക്കും, അത് കഴിയുമ്പോൾ മാറ്റിയിടും. അങ്ങനെയൊക്കെ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത് അറിയുകയും ചെയ്യാം, നമുക്കതറിയാം ഇതിന് വേണ്ടിയിട്ട് ഷർട്ടിട്ടൊക്കെ നിൽക്കുന്നതാണെന്നോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുന്നവരെ കണ്ടാൽ അങ്ങനെയും തോന്നാറുമുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പും എൻ്റെ അടുത്ത് ഇതേപോലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചേട്ടൻ ഷർട്ടില്ലാതെയൊക്കെ നിൽക്കുന്നതും കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്, അങ്ങനെ ഇടണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറയും കേട്ടോ ചേട്ടൻ്റെ അടുത്ത് ഷർട്ട് എടുത്തിട്ടെന്ന് പറയും. എബി ഞാനിപ്പോൾ വഴക്ക് പറഞ്ഞ് മിക്ക ദിവസം ഷർട്ട് ഇട്ടാൽ നിൽക്കുന്നത്. അത് ചേട്ടൻ്റെ അടുത്തായിരുന്നാലും നമ്മൾ എത്ര പറഞ്ഞാലും അവർ ശീലിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് നിർബന്ധിച്ചിപ്പോൾ എടുത്തിടാൻ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഭാഗത്തൊക്കെ ചേട്ടൻ വന്ന് നിൽക്കുകയും ചെയ്യും. എനിക്കിപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാനും പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ആ വീഡിയോ അങ്ങ് എടുത്തിടുന്നത്. കാണുന്നത് ഒരാളാണെങ്കിൽ പോലും ആ ഒരാൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ അവർ വീണ്ടും കാണുന്നത്. ഒരുപാട് വ്യൂസോ ഒന്നുമില്ല കേട്ടോ. സത്യം പറയാമല്ലോ, 500-ൽ കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം അങ്ങനെ കിട്ടിയിട്ടില്ല. അത് കുറവാണ്. മിക്ക വീഡിയോകളും 100-ന്റെ താഴെയാണ്. എല്ലാ വീഡിയോകളും അതിൽ എണ്ണി പറയാവുന്ന വീഡിയോകൾ മാത്രമേ ഉള്ളൂ 100-ന് മുകളിലോട്ട് വ്യൂസ് പോകുന്നത്. ബാക്കി എല്ലാം 100-ന്റെ താഴെയാണ്. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്താണ് ഞാൻ വീഡിയോ ഇടുന്നത്. എങ്കിൽ പോലും ഒരു 5 പേരെങ്കിലും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ആ വീഡിയോ കാണുന്നതും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അങ്ങനെ ഇട്ട് നിൽക്കാറില്ല. ഇതിപ്പോൾ എടുത്തിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ കാര്യം തന്നെ മുമ്പും എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊക്കെ നിൽക്കണം. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ചില സമയത്തൊന്നും ഫുള്ളായിട്ടും വീടോ അടുക്കളയോ ഒന്നും കാണിക്കത്തത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ എൻ്റെ ഫുൾ ക്ലീനിങ്ങോ ഒന്നും ഉള്ള വീടൊന്നും അല്ല. എപ്പോഴും ഇങ്ങനെ എല്ലാം ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കുകയും ഫുൾ ക്ലീൻ ആയിട്ടിരിക്കുകയും അങ്ങനെയുള്ള വീടൊന്നും അല്ല എൻ്റെത്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ഓരോരോ ജോലികൾ ചെയ്യാറുള്ളൂ. ഇപ്പോൾ അത് കുറച്ച് റീൽസൊക്കെ എടുത്ത് ഞാൻ എൻ്റെ സ്റ്റൂളിൻ്റെ കാലെടുത്ത് വെച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ്. ഇനി ഒരുപാട് ജോലിയുണ്ട് അടുക്കളയിൽ. എന്ന് വെച്ചാൽ പാത്രം കഴുകണം, ഉച്ചത്തേക്കുള്ള ചോറ് വെക്കണം. രാവിലെ എബിയെ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു, ആ ഫുഡെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് ഞങ്ങൾ അല്ലാത്ത വില അരി വെച്ചിട്ടാണ് ചോറ് വയ്ക്കുന്നത്. നമുക്ക് വേണ്ടി റേഷൻ അരിയാണ് ഞങ്ങൾ ചോറ് വെച്ച് കഴിക്കാറുള്ളത്. നമുക്കതാണ് ഇഷ്ടം. അങ്ങനെ ചിലരൊക്കെ അത് തുറന്നു പറയും, എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ചിലരൊന്നും പറയില്ല. പിന്നെ ഹൈടെക്കായിട്ട് ജീവിക്കുന്നവരുണ്ട്, നമ്മളെ പോലെ പാവപ്പെട്ടവരായിട്ട് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഈ കുറ്റം പറയുന്നവർ ആ രീതിയിലാണ് ജീവിക്കുന്നത്. അതവർ ഓർക്കാറില്ല. പക്ഷെ അവർ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞിരിക്കുക. അപ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്, നീ അതൊന്നും കേട്ട് വിഷമിക്കേണ്ടടി, നാളെ ഒരു കാലത്ത് എപ്പോഴായിരുന്നാലും നിനക്കൊരു ഉയർച്ചയുണ്ടാകും. അപ്പോഴേ ഈ പറഞ്ഞവരെല്ലാവരും നിൻ്റെ കൂടെ നിന്നെ അഭിനന്ദിക്കാനായിരിക്കും മുന്നിൽ നിൽക്കുന്നതെന്ന് എപ്പോഴും അവർ എൻ്റെ അടുത്ത് പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അവരാണ് എല്ലാ കാര്യവും സപ്പോർട്ട് തരും. കളിയാക്കാന്ന് വെച്ചാൽ എൻ്റെ മുന്നേ അവർ കളിയാക്കും പോലെ വേറെ ആരും കളിയാക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഞാൻ ആ ഒരു മൈൻഡിൽ എടുക്കാറുള്ളൂ. ഞാൻ ചേട്ടനായിരുന്നാലേ നമുക്കത് ഇഷ്ടമാണ്. അങ്ങോട്ടും കളിയാക്കാറുണ്ട്, ഞാൻ അങ്ങോട്ടും അവരെ കളിയാക്കാറുണ്ട്, അവരിങ്ങോട്ടും കളിയാക്കാറുണ്ട്. നമുക്കിടയിൽ അത്രയ്ക്ക് ഒരു സ്നേഹബന്ധം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ പോകുന്നത് കേട്ടോ. പറയാമല്ലോ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഇവിടെ വന്നിട്ടാണോ ഫ്രണ്ട്സ് കിട്ടിയത്, നിനക്ക് അവിടെ നിൻ്റെ നാട്ടിൽ ഫ്രണ്ട്സ് ഒന്നുമില്ല, നീ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും കല്യാണങ്ങൾക്കാരും എന്തിനു പോയി, നീ അവിടെ ഉള്ള ആരുമായിട്ട് ഫോട്ടോ എടുക്കാറില്ലല്ലോ, വീഡിയോസ് എടുക്കാറില്ലല്ലോ, നിനക്ക് ഫ്രണ്ട്സിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ നഴ്സറി മുതൽ ഞങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അവരാരുമായിട്ട് എനിക്ക് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് എൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് അങ്ങോട്ടായിരുന്നാലും ഒരു എല്ലാം തുറന്നു പറയുന്ന ഒരു നല്ലൊരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. നല്ലൊരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള കുറേ ദോഷവശങ്ങൾ ഞാൻ അപ്പം തന്നെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇവിടെ വന്ന് ഞാൻ ഇപ്പോൾ ബീനയും സ്നേഹയും അശ്വിനിയും മാളും ഒക്കെ ആയിട്ട് കൂട്ടായതിനു ശേഷം എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സേ ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ എൻ്റെ മനസ്സിനകത്ത്
അകത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ ഒരു ദിവസം ഇട്ടിട്ടില്ല. കാരണം എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരുടെ അടുത്ത് പറയും. മാളുവിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ അധികം പറഞ്ഞില്ല എങ്കിൽ പോലും അശ്വിനിയോ ബീനയോ സ്നേഹയോ ഞാൻ ഇവരാരെങ്കിലും വിളിക്കില്ല. ഞാൻ ഒരു 3 പേര് ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെല്ലാ വിഷമങ്ങളും കാര്യങ്ങളും പറയും. എൻ്റെ സന്തോഷമായിരുന്നാലും ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്യും. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് എനിക്ക് അവരുമായിട്ട്. അവരും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ഒരു ഇതിലങ്ങ് പോകുന്നതാണ്. കാരണം എന്തെന്നറിയില്ല. കാരണം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നോ, ഒരു ഫ്രണ്ട് എന്താണെന്നോ, ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്ക് എങ്ങനെയൊക്കെ പെരുമാറാമെന്നോ, അവരുടെ നമുക്ക് എന്തൊക്കെ സംസാരിക്കാമെന്നോ, സത്യം പറയില്ല, എനിക്ക് ഇവിടെ വന്നിട്ടാണ് ഞാനതെല്ലാം പഠിച്ചത്. എല്ലാവരും വിചാരിക്കും ഭയങ്കര ഗ്യാങ് കളിച്ച് നടക്കുക. ഇവിടെ എല്ലാവരും പറയുന്ന വാക്കാണ് കേട്ടോ, ഞങ്ങൾ ആ ഗ്യാങ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ 5 പേര്, ഞങ്ങൾ ഭയങ്കര ഗ്യാങ്ങാണ്. ഇതിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വന്നില്ല എങ്കിൽ പോലും ഒരാൾ അവിടെ പോയി, നിങ്ങളെ ഗ്യാങ്ങിലെ ഒരാൾ അവിടെ പോയി എന്നാണ് പലരും ചോദിക്കാറുള്ളത് കേട്ടോ. ഞങ്ങളെപ്പറ്റി ഞങ്ങളായിട്ട് ഇത്രയും അടുപ്പമുള്ള ആരും കുറ്റം പറയാറില്ല. കാരണം അവർ നമ്മളടുത്തൊന്ന് പറയുമെന്നറിയാം. അതുകൊണ്ട് ആരും ഒന്നും കുറ്റം പറയാറില്ല കേട്ടോ. മനസ്സിൽ പറയുമായിരിക്കും, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗ്യാങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ പറയുമായിരിക്കും. പക്ഷേ നമ്മളുമായിട്ടൊരു അല്പമെങ്കിൽ അറ്റാച്ച്മെൻറ്റുള്ള ആരുടെടുത്തും ഈ കുറ്റം പറയുന്നവരാരും പറയാറില്ല. നമ്മളടുത്തൊന്ന് പറയുമെന്നറിയാം, നല്ല മറുപടി തിരിച്ച് കൊടുക്കുമെന്നറിയാം. അതുകൊണ്ടായിരിക്കും പറയാത്തത്. നമ്മളങ്ങനെ ഗ്യാങ് കൂടി എന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ ആരെയും പറ്റിയും ഒട്ടും പറയൂല എന്നല്ല ഞാൻ പറയുന്നത്, പറയും എങ്കിൽ പോലും ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടുതൽ പറയുന്നത് ഞങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേയുള്ള ഞങ്ങളുടെ സ്കൂൾ ലൈഫ്, നമ്മുടെ വീട്ടിലെ ലൈഫ്, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ ഇപ്പോൾ താമസിക്കുന്നിടത്തുള്ള കാര്യങ്ങൾ, ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ എപ്പോഴും തമാശ കണ്ടെത്തുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞും ചിരിച്ചുമൊക്കെ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ സമയം കണ്ടെത്തി ഞങ്ങൾ ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കാണുന്നവർ വിചാരിക്കും നമ്മൾ വേറെ ആരുടെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറയാലോ, ഞങ്ങൾ കൂടുതലും ഒരു 95% ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാണ്, ഞങ്ങളുടെ വീട്ടിലെ കാര്യം, ഞങ്ങളുടെ മക്കളുടെ കാര്യം, ഞങ്ങളുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും സമയം കണ്ടെത്താറുള്ളത്, നമ്മൾ ചിരിക്കാറുള്ളത്, സന്തോഷിക്കാറുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളെ പറയും ഗ്യാങ് എന്നൊക്കെ പറയും. നമുക്കതൊന്നും വലിയ വിഷയമൊന്നുമില്ല. കാരണം ഞങ്ങൾക്കിടയിൽ ഒരു സ്നേഹബന്ധമുണ്ട്. അതൊരിക്കലും മാറാത്തൊരു സ്നേഹബന്ധമുണ്ട്. കാരണം ഞാൻ അത്രത്തോളം ഒരു ഫ്രണ്ട്സ് ഇല്ലാത്തതിൻ്റെ വിഷമം, നല്ലൊരു ഫ്രണ്ടില്ലാത്തതിൻ്റെ ഒരു വിഷമം ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെ എനിക്കില്ല കേട്ടോ. ഇപ്പം അങ്ങനത്തെ ഒരു വിഷമമേ എനിക്കില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സുമായിട്ടും അങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ പോകുന്നത്. എന്തെങ്കിലും ഒരു വിഷമോ ദേഷ്യമോ എനിക്ക് അവരെ പറ്റി തോന്നിയാലും അവർക്ക് എന്നെ പറ്റി തോന്നിയാലും ഞങ്ങൾ അപ്പോഴും പറയും, അപ്പോഴതും കളയും. അല്ലാതെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയോ ഒന്നുമില്ല. കാരണം ഇപ്പം ആരെങ്കിലും അവരെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോയി എനിക്ക് അവരുടെ അടുത്ത് പറയാം. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ പറയുകയും ചെയ്യും. ഇപ്പം അവർ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റ് എൻ്റെ കണ്ണിൽ കാണുകയാണെങ്കിൽ പോലും ഞാൻ അവരുടെ അടുത്ത് പറയും, എടി നീ ചെയ്ത് ശരിയായില്ല. അതാരും മുന്നിൽ വെച്ചായിരുന്നാലും ഞാൻ അവരുടെ അടുത്തും പറയാറുണ്ട്, അവരെൻ്റെ അടുത്തും പറയാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങളിലോട്ട് ഇപ്പോൾ ഞാൻ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചെന്ന് പോലും എനിക്കറിയില്ല. അത്രത്തോളം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിനി ഓർക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം കേട്ടോ. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറയാം എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കി എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ വീഡിയോ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.